ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ് എടുക്കുന്നത്. ഡേ 2ലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുകളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ പാഠഭാഗങ്ങളൊക്കെ കൂട്ടുകാർ നന്നായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് എക്സാം എങ്ങനെയാണെന്ന് നോക്കാം. പരീക്ഷയെന്ന് അറിഞ്ഞ് കൂട്ടുകാരും പേടിക്കണ്ട കേട്ടോ. അതിൻ്റെ ഉത്തരങ്ങളും എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് കൂട്ടുകാർക്ക് ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും കാണുക. ഇവിടെ നോക്കിയാൽ അറിയാം, 2ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരുടെ പേരെഴുതാനും സ്കൂളിൻ്റെ പേരെഴുതാനും ഒക്കെ ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അടുത്ത് നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ടും താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രവർത്തനം നോക്കാം. 5 പ്രവർത്തനങ്ങൾ നമ്മൾ ഡേ 1ൽ നോക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാനൽ പ്ലേലിസ്റ്റിൽ കൂട്ടുകാർക്ക് നോക്കിയാൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കിയാലേ കൂട്ടുകാരെ. പ്രവർത്തനം 6 കൂട്ടങ്ങളാക്കാം. ഇവിടെ നോക്കിയേ, ഋതിക 20 പൂക്കൾ, മിനിക്കുട്ടിക്ക് 20 റിബണാണ് കിട്ടിയത്, രാജിക്ക് 20 ബലൂണാണ് കിട്ടിയത്. അപ്പോൾ ഓരോ കൂട്ടങ്ങളാക്കി നമുക്കിവിടെ അലങ്കരിക്കാം. അടുത്ത് 18 പൂക്കളിൽ പകുതി എണ്ണം മീനുവിന് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ മീനുവിന് എത്ര പൂക്കളാണ് കിട്ടുന്നത്? 9 പൂക്കളാണ് മീനുവിന് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂട്ടുകാർക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പാഠഭാഗങ്ങളൊക്കെ പഠിച്ചിരുന്നാൽ കൂട്ടുകാർക്ക് എക്സാം എഴുതാനായിട്ട് കഴിയും. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 7 എന്തെല്ലാം പറഞ്ഞിരിക്കാം. ഋതികയും മുത്തശ്ശിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്കിവിടെ എഴുതാനുള്ളത്. നമ്മളുടെ ആശയത്തിനനുസരിച്ച്, കൂട്ടുകാരുടെ കുഞ്ഞു മനസ്സിലെ ആശയങ്ങൾക്കനുസരിച്ച് എഴുതിയാൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് എഴുതിയാൽ മതി. നോക്കിയേ, എങ്ങനെ എഴുതാം? ഋതിക പറയുകയാണ്, മുത്തശ്ശി ഇതാരാണെന്ന് മനസ്സിലായോ? അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇല്ല. ഋതിക പറഞ്ഞു കൊടുക്കുകയാണ്, ഇതെൻ്റെ കൂട്ടുകാരിയാണ്. മുത്തശ്ശി പറയാണ്, മോളുടെ പേരെന്താ? അപ്പോൾ ഋതിക പറയാണ്, മീനു എന്നാണ് ഇവളുടെ പേര് മുത്തശ്ശി. അടുത്ത മുത്തശ്ശി പിന്നെയും ചോദിക്കുകയാണ്, മോളെ മീനൂട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ഋതിക പറയാണ്, ശരി മുത്തശ്ശി. പിന്നെ മുത്തശ്ശി ശരിയെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് കൂട്ടുകാർക്ക് സംഭാഷണം എഴുതി ചേർക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു സംഭാഷണം തന്നെ വേറൊരു രീതിയിൽ കൂട്ടുകാർ എഴുതി നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എക്സാമിന് സംഭാഷണം എഴുതാനായിട്ട് പറ്റും. കൂട്ടുകാർക്ക് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് സംഭാഷണം എഴുതുക. അപ്പോൾ നന്നായി പഠിക്കുക കേട്ടോ. പ്രവർത്തനം 8 നന്നായി വളരാൻ. നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് നേരെ സ്മൈലി വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ പാല്, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുണ്ട്, ഐസ്ക്രീമുണ്ട്, പിന്നെ കോണുണ്ട്, പിന്നെന്താ പച്ചക്കറികളുണ്ട്, പിന്നെ ഗോതമ്പും അരിയും ഒക്കെ ഉണ്ട്, പിന്നെന്തുണ്ട്, മീൻ, മുട്ട, ഇറച്ചി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല ആരോഗ്യത്തിന് വേണ്ട ഭക്ഷ്യസാധനങ്ങൾക്ക് നേരെ നമുക്ക് സ്മൈലി വരച്ച് ചേർക്കണം. വരയ്ക്കാം, വരച്ചോളൂ. പാല് നല്ലതാണല്ലേ, ആരോഗ്യത്തിന് നല്ലൊരു പാനീയമാണ്. പിന്നെയോ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, പിന്നെ അരി, ഗോതമ്പ്, പിന്നെ മീൻ, മുട്ട, ഇറച്ചി ഇതെല്ലാം ആരോഗ്യത്തിന് നല്ല ഭക്ഷ്യസാധനങ്ങളാണ്. നല്ല ആരോഗ്യശീലങ്ങളെക്കുറിച്ചോ നല്ല ഭക്ഷണ രീതികളെക്കുറിച്ചോ ഒക്കെ ഒരു ചോദ്യം ഉറപ്പായിട്ടും കൂട്ടുകാർക്ക് ചോദിക്കാം കേട്ടോ. അതും വളരെ സിമ്പിളായിരിക്കും. അടുത്ത് നോക്കി, കൂട്ടത്തിൽ പെടാത്തതിന് വട്ടത്തിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിൾ, ക്യാരറ്റ്, പിന്നെ പഴം, ഇത്രയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്ത് കൊടുത്തിട്ടുണ്ട്? അതെ, ബർഗർ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബർഗർ എന്താണ്, അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡല്ലേ? അതെ. അപ്പോൾ അതിന് നേരെ നമുക്ക് വട്ടം വരയ്ക്കാം. പ്രവർത്തനം 9 കഥ എഴുതാം. ഈ ഒരു പ്രവർത്തനം കൂട്ടുകാർ ചെയ്തു നോക്കണം കേട്ടോ. ഇവിടെ മനോഹരമായി മീനൂട്ടി ഒരു ചിത്രം വരയ്ക്കുകയാണ്. ചിറകൊക്കെ ഉള്ള ഒരു പെൻസിൽ. അപ്പോൾ പെൻസിലിന് ചിറക് വന്നാൽ എന്തൊക്കെ ചെയ്യും?
അങ്ങനെ മനോഹരമായൊരു കഥ ഇവിടെ എഴുതി നോക്കിയേ. തലയ്ക്ക് നല്ലൊരു തലക്കെട്ടും കൊടുക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് കഥയോ കവിതയോ ഒക്കെ എഴുതാനായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ അതിന് അനുയോജ്യമായ തലക്കെട്ട് കൊടുക്കാനും ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുന്നവയാണ് കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. കൂട്ടാനും കുറയ്ക്കാനും പഠിക്കുക, സംഭാഷണം എഴുതാൻ പഠിക്കുക, പിന്നെയോ നല്ല ആഹാരശീലങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നല്ല ശീലങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക. ചീത്ത ശീലങ്ങളും നല്ല ശീലങ്ങളും ഏതൊക്കെയാണ്, നല്ല ആഹാര രീതികൾ ഏതൊക്കെയാണ്, ചീത്ത ആഹാര രീതികൾ ഏതൊക്കെയാണ്, ഇതൊക്കെ കൂട്ടുകാരൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. പിന്നെ കഥയോ കവിതയോ ഒക്കെ എഴുതാനായിട്ട് ചോദിക്കാം. അതിന് മനോഹരമായൊരു തലക്കെട്ടും അതുപോലെ തന്നെ മനോഹരമായി അതിനുള്ളിൽ എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് കൂട്ടുകാർക്ക് വാങ്ങാനായിട്ട് കഴിയും. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് രണ്ടാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയത്. ഒരു 4 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ട് കൂട്ടുകാർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ കൂട്ടുകാരുടെ പാഠഭാഗങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പാഠഭാഗങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി കൂട്ടുകാർ വായിച്ച് പഠിക്കുക, അതുപോലെ തന്നെ കേട്ട് മനസ്സിലാക്കുക. അതിനുശേഷം കൂട്ടുകാർ എക്സാം അറ്റൻഡ് ചെയ്യുക. നല്ല മാർക്ക് കൂട്ടുകാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക്